നമസ്കാരം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മാദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും സുദർശന അസ്ട്രോളജിയുടെ ഒരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം വ്യാഴൻ്റെ മാറ്റത്തെപ്പറ്റി ഞാൻ പ്രതിപാദിച്ചിരുന്നു. 12 രാശിയുടെയും ഫലങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ ജൂൺ മാസം 1-ാം തീയതി മുതൽ അടുത്ത 30 വരെയുള്ള ഒരു മാസത്തെ ഒരു ഫലവും അതിൽ തന്നെ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ഒന്നറിയിക്കുക ഒരു ഉദ്ദേശം ഇതിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിന്ന് ഇപ്പോൾ നമ്മുടെ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മാറിക്കഴിഞ്ഞു. പിന്നെ രാഹു മാറി, രാശി ഫ്രീ ആണ്. ഇന്ന് 4 മണിക്ക് 4:30 ഈ ചൊവ്വ മേടൻ രാശിയിലേക്ക് പകരുകയാണ്. അപ്പോൾ മേടൻ രാശിക്ക് ആ രാശ്യാധിപതിയായിരിക്കുന്ന ഗ്രഹമാണ് അവിടെ നിൽക്കുന്നത്. ആ ഗ്രഹത്തിനിപ്പോൾ മൗഢ്യമോ മറ്റു കാര്യങ്ങളൊന്നും നിലവിലില്ല. ഭാഷതിയും ഭരണിയും കാർത്തികയുടെ കാലമായിരിക്കുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ മാസം ഒരു വളരെ നല്ലതായിട്ട് കുറേ 2ാമത്തെ രാശിയിൽ തന്നെ വ്യാഴൻ്റെ സ്ഥിതിയും ശുക്രനും ബുധനുമൊക്കെ ആ രാശിയിലുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം ആ വെച്ച് നോക്കുമ്പോൾ 2ാമത്തെ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ വ്യാഴൻ്റെ സ്ഥിതിയും ഈ പറയുന്ന മാസം നോക്കുമ്പോഴത്തേക്ക് പൊതുവേ ആ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു മാറ്റം നമുക്കുണ്ടാകുന്ന ഒരു കാലമാണ്. പല പ്രതീക്ഷകൾക്കും നമുക്ക് നിറപ്പ് കിട്ടാറുന്ന പല പ്രതീക്ഷകളും നമുക്കത് നിറവേറ്റിയെടുക്കാൻ ഉതകുന്നതായ കാര്യങ്ങൾ ഈ മാസം തന്നെ കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സമ്പത്തിൻ്റെ വരവിനുമൊക്കെ ചില സാധ്യതകൾ കിട്ടാനുള്ളത് കാര്യങ്ങളൊക്കെ കിട്ടും. വാക്കുകളൊക്കെ പാലിച്ച് നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ വരും. കുടുംബ ബന്ധങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഈടും ഭാഗം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളെല്ലാം നമുക്കതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അനേക ഗുണങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൂടെ ഈ മാസം നമുക്ക് വളരെ വിശേഷമായിട്ട്. അതേസമയത്ത് ദ്രവ്യലാഭം നമുക്കുണ്ടാകാനുള്ള യോഗമുണ്ട്. അപ്പോൾ ദ്രവ്യലാഭം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയാണ്. എങ്കിലും ദ്രവ്യം എന്ന് പറയുമ്പോൾ മറ്റു പലതും കൂടി അതിനകത്ത് ലഭിക്കപ്പെടുന്നതായ ഒരു സാഹചര്യമൊക്കെ അതിനകത്തുണ്ടാകും. പിന്നെ പിണങ്ങിയിരിക്കുന്നവരുടെ ആ ഇണക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അഭ്യുതാകാംക്ഷയോടെ നമുക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കും. മാനസികമായ ഒരു സന്തോഷം ലഭിക്കാനുള്ള സാധ്യതകൾ തുടർന്നിപ്പോൾ ഈ മാസം തന്നെയാണ് പറയുന്നെങ്കിലും അതിൻ്റെ അടുത്ത മാസങ്ങളായാൽ തന്നെയും നമുക്ക് ആ മാറ്റം നമുക്ക് ജൂലൈ മാസം 15-ാം തീയതി വരെ ഏകദേശം ഈ ചൊവ്വ നമുക്കവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാശ്യാധിപൻ്റെ ബലം അവിടെ വളരെ നല്ലതായിട്ട് വേണം ചിന്തിക്കാനുള്ളത്. അപ്പോൾ ആരോഗ്യം ആ രാശിയെ കൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ വിശേഷിച്ചും മേടലഗ്നത്തിൽ ജനിച്ചവർ കൂടിയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം, പിന്നെ നമുക്ക് നിലനിൽപ്പ് മുതലായിരിക്കുന്ന കാര്യങ്ങൾ കൂടി, ദേഹസ്യ സ്വാസ്ഥ്യം അതിൻ്റെ സ്വസ്ഥത, ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഈ പറയുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കർമാധിപതിയായിരിക്കുന്ന ഗ്രഹമാണല്ലോ ശനി. അപ്പോൾ കർമാധിപതിയായിരിക്കുന്ന ശനിയുടെ 11ാമത്തെ രാശിയിൽ മൂലക്ഷേത്ര ബലത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ടും നമുക്ക് തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളിലും വിദേശവാസങ്ങളിലുമൊക്കെ നമുക്കത് നല്ല അനുഭവങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ജാതക അനുഭവങ്ങൾ അല്ലെങ്കിൽ ജാതകത്തിൽ നമുക്ക് ഒരു നല്ല ഫലങ്ങൾ കൂടി ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നമുക്ക് ദോഷങ്ങളോ കാരണങ്ങളോ ഉണ്ടെങ്കിലാണ് നമുക്കത് കുറച്ചുകൂടെ നമുക്ക് അത്ര കണ്ട് ഫലപ്രദമായി വരാത്തത്. കാരണം അടിസ്ഥാന ഫലങ്ങളെന്ന് പറയുന്ന ജാതകത്തിലെ അനുഭവങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കളെ നശിക്കുക, വിവാഹ ലാഭം, പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ത്രീ സുഖം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവിക്കപ്പെടേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് എടുത്തു പറയട്ടെ. ഇനിയിപ്പോൾ ഈ വ്യാഴം നമുക്ക് മാറിയിരിക്കുന്നൊരു സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ വ്യാഴനെ സംബന്ധിച്ചൊരു വിശേഷ ഫലം അവിടെ ഉള്ളതെന്തെന്ന് വെച്ചാൽ ഈ 2ലേക്ക് വ്യാഴം മാറുമ്പോൾ ഇടവൻ്റെ രാശിയിൽ ജാതകവശാൽ വ്യാഴൻ്റെ അഷ്ടവർഗം ഇട്ടാൽ ആ അഷ്ടവർഗത്തിൽ സംബന്ധിച്ചപ്പോൾ നമുക്കത് നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു വാക്കല്ല. അഷ്ടവർഗം എന്ന് പറയുന്നത് അതിനെപ്പറ്റി അറിവുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ. ആ ജാതകത്തിൽ വ്യാഴാഷ്ടവർഗം ഇടുമ്പോൾ, അതായത് ലഗ്നം മുതൽ അതായത് പിന്നെ ശനി വരെയുള്ള അഷ്ടവർഗങ്ങളുണ്ട്. അതിൽ ശനിയുടെ അഷ്ടവർഗം നമ്മൾ ഇടുമ്പോൾ, വ്യാഴൻ്റെ അഷ്ടവർഗം ഇടുമ്പോൾ ആ വ്യാഴാഷ്ടവർഗം ഇടവൻ രാശിയിൽ 5-ൽ കൂടുതലുള്ള അക്ഷങ്ങൾ, അത് 8 വരെ വരും.
ആ 8 അക്ഷങ്ങളെന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ അക്ഷങ്ങളെന്നും ബന്ധുക്കളെന്നും ഒക്കെ വാക്കുകളുണ്ട്. നമുക്ക് അക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. അക്കങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ 5 മുതൽ 8 വരെയുള്ള അക്കങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നമുക്ക് നല്ല ഫലങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ സൂചന. വ്യാഴം ഏത് രാശിയിലേക്ക് മാറുമ്പോഴും ഈ ഒരു ഫലവും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങളും ജയപ്രാപ്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു കാലമാണ് ഇത്, ആ മാസം. പിന്നെ അതുപോലെ തന്നെ ചിലർക്കെല്ലാം ജോലിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ മാസം കൂടുതൽ അനുഭവങ്ങളായിട്ട് നമുക്ക് വരേണ്ട കാലമാണ് എന്ന് തന്നെ എടുത്തു പറയാം. ഇങ്ങനെയാണ് മേടൻ രാശിക്ക് ഇപ്പോൾ നമുക്ക് ഈ മാസം ലഭിക്കപ്പെടേണ്ടുന്ന കാരണങ്ങളെപ്പറ്റി. ആ മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിലും അപ്പോൾ ചൊവ്വ ഇടവൻ രാശിയിലേക്ക് പോയാൽ ലഗ്നാധിപത്യം എന്നുള്ള ഗുണം ഇരിക്കുന്നുണ്ട്. അവിടെ വ്യാഴമാകുമ്പോൾ ചൊവ്വയും വ്യാഴവും കൂടെ നമുക്ക് ചേരുമ്പോൾ ഗുരുമംഗല യോഗം എന്നുള്ള യോഗവും കൂടി അവിടെ നമുക്ക് വരും. അപ്പോഴും നമുക്കത് വലിയ ദോഷമായിട്ടല്ല നമുക്ക് പറയാനുള്ളത്. അതുകൂടി ഈ അവസരത്തിൽ ജൂലൈ ഓഗസ്റ്റ് പിന്നെ ഈ മാത്രമല്ല വ്യാഴൻ്റെ മാറ്റം എന്ന് പറയുന്നത് തന്നെ ഈ ഫലം അനുഭവിക്കുന്നത് ഗുരുഭൃഗജോ ഭവനസ്യ മധ്യാധോ എന്നുള്ള ഫലം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ശുക്രനും വ്യാഴവും നമുക്ക് ഏകദേശം ഇപ്പോൾ മെയ് മാസം 1-ാം തീയതി മാറി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിന് ശേഷമായിരിക്കാം ആ വ്യാഴൻ്റെ ഫലങ്ങളൊക്കെ കൂടുതൽ അനുഭവമായിട്ട് നമുക്ക് വരിക. ഇതിപ്പോൾ അങ്ങനെ അനുഭവം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അനുഭവകാലങ്ങൾ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതാണ്. വിദേശങ്ങളിലേക്ക് പോകാനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരാനും ഒക്കെ ഈ സമയങ്ങൾ നല്ലതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ദൈവിക കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തുകൊണ്ടും ജാതകം കൂടെയൊക്കെ പരിശോധിച്ചുകൊണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കും. നമ്മുടെ ഈ വിശേഷങ്ങളെ സംബന്ധിച്ച്, അതായത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാട്സാപ്പിലേക്ക് അതിന് മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും നമുക്ക് ചെയ്യണം. ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായി അറിയുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് എന്നൊരു സംഘടനയ്ക്ക് നമുക്ക് 1 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഞാനതിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ വിദ്യാർത്ഥികളെല്ലാം നമുക്ക് 8-10 വിദ്യാർത്ഥികൾ നിലവിലുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 6 മാസം 1 വർഷം കൊണ്ടെന്നുള്ളതല്ല. പരീക്ഷയിൽ 2-3 പരീക്ഷകളുണ്ട്. അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ ജ്യോത്സ്യനാണ് എന്നെനിക്ക് തോന്നുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് പഠിക്കുകയാകാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.